Hello everyone. The topic that I'm gonna discuss here about is creativity in students. What is creativity? ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു പേഴ്സൻ്റെയോ ഇൻഡിവിജ്വലിൻ്റെ കപ്പാസിറ്റിയാണ്. അതായത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡിവിജ്വലിനും അതേപോലെ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന മുന്നിലുള്ള ഓഡിയൻസിനും അത് പ്രീവിയസ്ലി കംപ്ലീറ്റ്ലി അൺനോൺ ആയിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആയിരിക്കും, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ആയിരിക്കും. ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത് മറ്റുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ലുക്കിംഗ് എവ്രിതിങ് വിത്ത് ദെയർ തേർഡ് ഐ. അതായത് നമ്മൾ സാധാരണ രണ്ട് കണ്ണുകൊണ്ട് കാണുന്നതിലപ്പുറം അവരൊരു മൂന്നാം കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് കാഴ്ചകളെ വിലയിരുത്തുന്നതും വിലയിരുത്തുന്ന സാധനത്തിന് അല്ലെങ്കിൽ സംഭവത്തിന് എങ്ങനെ കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ ത്രൂ ഓൾ ഓഫ് ദിസ് ഓട്ടോമാറ്റിക്കലി ക്രിട്ടിക്കൽ തിങ്കിങ്, ഇമോഷണൽ ഗ്രോത്ത്, അഡാപ്റ്റിവിറ്റി ഇങ്ങനെയുള്ള കപ്പാസിറ്റീസൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. 2-3 സ്കോളേഴ്സ് ആൻഡ് സൈക്കോളജിസ്റ്റ് ക്രിയേറ്റിവിറ്റിക്ക് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നെയ്മാൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഇൻ ദ വ്യൂ ഓഫ് നെയ്മാൻ, ക്രിയേറ്റിവിറ്റി ഈസ് ദ ആക്ട് ഓഫ് ടേണിങ് ന്യൂ ആൻഡ് ഇമാജിനേറ്റീവ് ഐഡിയാസ് ഇൻ ടു റിയാലിറ്റി. അതായത് നമ്മളെ മൈൻഡിൽ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള ഇമാജിനേറ്റീവ് ഐഡിയാസിനെ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനെ റിയാലിറ്റിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യിക്കുക. അതായത് റിയാലിറ്റി എക്സിസ്റ്റൻസിനെ അഡാപ്റ്റ് ചെയ്തിട്ട് നമ്മളെ ഇമാജിനേറ്റീവ് ഐഡിയാസിനെ ടേൺ ചെയ്യുന്ന ആ ഒരു കപ്പാസിറ്റി, അതിനുള്ളൊരു ക്വാളിറ്റി, അവിടെയാണ് ക്രിയേറ്റിവിറ്റി കംപ്ലീറ്റ്ലി വർക്കൗട്ട് ആവുന്നത്. അങ്ങനെയുള്ള 2-3 ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വി ആർ ലുക്കിംഗ് ഇൻ ടു ദ ടോപ്പിക് ഓഫ് നേച്ചർ ഓഫ് ക്രിയേറ്റിവിറ്റി. 10 നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിയേറ്റിവിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. അതിലൊന്നാമത്തത് ക്രിയേറ്റിവിറ്റി ഈസ് യൂണിവേഴ്സൽ, വിച്ച് മീൻസ് എവറി ഇൻഡിവിജ്വൽ ഈസ് കേപ്പബിൾ ഓഫ് ഡെമോൺസ്ട്രേറ്റിംഗ് ക്രിയേറ്റിവിറ്റി ടു സം ഡിഗ്രി. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ക്രിയേറ്റിവിറ്റി ഈസ് ഇന്നേറ്റ് ആസ് വെൽ ആസ് സെക്വേർഡ്. അതായത് നമുക്ക് ഇൻബോൺ ടാലൻ്റായിട്ടും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ത്രൂ അവർ പ്രാക്ടീസ് അല്ലെങ്കിൽ ഇൻ സം അനദർ വേ വി അക്വയർ ദ എബിലിറ്റി ഓഫ് ക്രിയേറ്റിവിറ്റി. And third one is creativity carries ego involvement. And fourth one is creativity rests more on divergent thinking than on convergent thinking. Here we are given two terms, that is divergent thinking and convergent thinking. Divergent thinking and convergent thinking എന്ന് പറയുന്നത് two approaches to problem solving ആണ്. അതായത് divergent thinking is more aligned with the creative side. ക്രിയേറ്റീവ് ആസ്പെക്റ്റിലൂടെ നമുക്ക് കുറച്ചും കൂടെ മൾട്ടിപ്പിൾ സോഴ്സസ് ഉണ്ടാവും ചിന്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കുറച്ചും കൂടി ഇന്നോവേറ്റീവായിട്ട് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വി ഹാവ് മോർ ഓപ്ഷൻസ് ദാൻ കൺവേർജൻറ്റ് തിങ്കിങ്. ആൻഡ് ഓൺ ദ അതർ കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നാരോ ഡൗൺ ആയിരിക്കും ഓപ്ഷൻസ് ഉണ്ടാവുക, കുറച്ചും കൂടെ കംപ്രസീവ് ആയിരിക്കും, ലിമിറ്റഡ് ഓപ്ഷൻസ് മാത്രമേ നമ്മളെ മൈൻഡിലുണ്ടാവൂ. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റി ഹോൾഡ് ഓൺ ചെയ്യുന്നത് ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ് ദാൻ ഓൺ കൺവേർജൻറ്റ് തിങ്കിങ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ക്രിയേറ്റിവിറ്റി ഈസ് നോട്ട് കംപ്ലീറ്റ്ലി സ്പോണ്ടേനിയസ്, ദർ ആർ കോൺഷ്യസ് എലമെൻറ്റ്സ് ഇൻ ദ പ്രോസസ്സ്. അപ്പോൾ ഇതൊരിക്കലും സ്പോണ്ടേനിയസ് അല്ല, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ട്. വി ഹാവ് ടു അക്വയേർഡ്. നമുക്കത് കംപ്ലീറ്റ്ലി ഒരു ക്രിയേറ്റിവിറ്റിൻ്റെ എബിലിറ്റി അക്വയർ ചെയ്യണമെങ്കിൽ we have to come across the step by step process of the creativity. And sixth one is the scope of creativity is unlimited, it is not limited, it is not structured. അതൊരിക്കലും ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്നതല്ല. ക്രിയേറ്റിവിറ്റിൻ്റെ സ്കോപ്പ് ഈസ് വെരി അൺലിമിറ്റഡ്. ആൻഡ് സെവൻത്ത് വൺ ഈസ് ക്രിയേറ്റിവിറ്റി ഈസ് ഒബ്വിയസ്ലി ഇൻവോൾവ്സ് നോവൽറ്റി. അതെപ്പോഴും ഒരു ഇന്നോവേറ്റീവ് ആൻഡ് ന്യൂ ഐഡിയാസിനെ ഡീൽ ചെയ്യുന്നതായിരിക്കും. And eighth one is creativity is a means and end in itself. Ninth one is it involves adventurous and open thinking. 10th one is intrinsic motivation and anxiety are closely related to creativity in the process. Now we are moving on to the stages of creative thinking. Basically there are 4 stages of creative thinking, that are preparation, incubation, illumination and verification. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രിപ്പറേഷൻ. ആസ് എ ടൈറ്റിൽ ഇൻഡിക്കേറ്റ്സ്, ഈ ഒരു സ്റ്റേജിൽ ബേസിക്കലി സംഭവിക്കുന്നത് പേഴ്സൺ ഓർ ആൻ ഇൻഡിവിജ്വൽ
ഒരു പ്രോബ്ലം സൊല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് മാറ്റർ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസും ബെറ്റർ ആൻഡ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും കളക്ട് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് പ്രിപ്പറേഷൻ. മൊത്തത്തിൽ ആ ഒരു പ്രൊസീജിയറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്ന ഒരു സ്റ്റേജ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻക്യുബേഷൻ. അപ്പോൾ ഈ ഒരു സ്റ്റേജിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈൻഡിൽ ആദ്യം ഒരു കാര്യം സെറ്റ് ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് ഫിസിക്കൽ പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടാവില്ല, റാദർ മെൻ്റൽ പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ സംഭവിക്കുന്ന ഒരു സ്റ്റേജാണ് ഇൻക്യുബേഷൻ. അതായത് നമ്മൾ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസും ഡാറ്റാസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു ബ്രേക്ക് അവിടെ എടുക്കും. ബ്രേക്ക് ഇൻ ദ സെൻസ് കംപ്ലീറ്റ്ലി ആ ഒരു പ്രൊസീജിയറിന് പുറത്ത് കിടക്കല്ല, റാദർ മെൻ്റലി കാൽക്കുലേഷൻ നടക്കുന്ന ഒരു സ്റ്റേജാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതായത് ദർ ഈസ് എ റെസ്റ്റിംഗ് പീരീഡ് വേർ നോ വിസിബിൾ പ്രോഗ്രസ് ഹാപ്പൻസ്. വിസിബിളായിട്ടുള്ള കാര്യങ്ങൾ നടക്കാണ്ടിരിക്കുന്നതേ ഉള്ളൂ, റാദർ ദ മൈൻഡ് വർക്ക് സൈലൻ്റ്ലി ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് കണക്റ്റിംഗ് ഐഡിയാസ് ആൻഡ് എക്സ്പ്ലോറിങ് ന്യൂ ലിങ്ക്. അതായത് മെൻ്റലി കാൽക്കുലേഷൻസ് നല്ല രീതിയിൽ നടക്കുന്നൊരു സ്റ്റേജാണ്. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഐഡിയാസും ഇൻഫർമേഷൻസും ഏതൊക്കെ രീതിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ഏതൊക്കെ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു മെൻ്റൽ പ്രൊസീജിയറാണ് നടക്കുന്നത്, റാദർ വിസിബിൾ പ്രോഗ്രസ്. ഓക്കെ, അതാണ് ഇൻക്യുബേഷൻ സ്റ്റേജിൽ സംഭവിക്കുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് ഇല്ലുമിനേഷൻ. ആസ് എ ടൈറ്റിൽ ഇൻഡിക്കേറ്റ്, ഇല്ലുമിനേറ്റ്. പെട്ടെന്ന് നമ്മളൊരു ലൈറ്റ് ഓൺ ആവുന്നത് പോലെ, പെട്ടെന്നൊരു ഇരുട്ടിൽ നിന്ന് ഒരു ലൈറ്റ് ഓൺ ആവുന്ന ഒരു കാര്യം ചിന്തിക്കുക ഈ ഒരു ഇലുമിനേഷൻ സ്റ്റേജിൽ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ സംഭവിക്കുന്നത് എ സഡൻ ഐഡിയ ഒക്കേഴ്സ് ഓർ സഡൻലി പെർസീവ്സ് ദ തീം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മളെ തലയിൽ ഉദിക്കുന്നൊരു ഐഡിയ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു തീം പെർസീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ആ ഒരു സ്റ്റേജാണ് ഇലുമിനേഷൻ. ഇൻ ദിസ് സ്റ്റേജ് ദ പേഴ്സൺ ക്ലിയർലി സീസ് ദ സൊല്യൂഷൻ ഓർ ഡിസ്കവേഴ്സ് ന്യൂ റിലേഷൻഷിപ്സ് എമംഗ് ദ പാർട്സ് ഓഫ് ദ പ്രോബ്ലം. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആംബിഗ്യൂറ്റി ഒക്കെ നിറഞ്ഞൊരു സ്റ്റേജിൽ പെട്ടെന്ന് നമുക്ക് ഐഡിയാസ് ഇലുമിനേറ്റ് ആവുന്ന ഒരു സ്റ്റേജാണ് ഇലുമിനേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഫൈനൽ സ്റ്റേജ് ഈസ് വെരിഫിക്കേഷൻ. ഒബ്വിയസ്ലി നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഐഡിയാസൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന വെരിഫൈ ചെയ്യുന്ന ആ ഒരു സ്റ്റേജാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേജിലും ഓരോ കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക. ഫസ്റ്റ് വൺ ഈസ് പ്രിപ്പറേഷൻ, നമ്മൾ ആവശ്യമുള്ള ഡാറ്റാസ് ആൻഡ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. സെക്കൻഡ് വൺ ഈസ് ഇൻക്യുബേഷൻ, നമ്മൾ ഫിസിക്കൽ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ പോലും മെൻ്റൽ കാൽക്കുലേഷൻ അടിപൊളിയായിട്ട് നടക്കുന്നൊരു സ്റ്റേജാണ് ഇൻക്യുബേഷൻ. തേർഡ് വൺ ഈസ് ഇലുമിനേഷൻ, നമുക്ക് ആംബിഗ്യൂറ്റി എന്ന് പറഞ്ഞൊരു സമയത്ത് പെട്ടെന്നൊരു ലൈറ്റ് ഓൺ ആക്കുന്നൊരു ടൈം പോലെ നമ്മളെ മൈൻഡിൽ ക്ലിക്ക് ആവുന്നൊരു സംഭവമാണ് ഇലുമിനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് വെരിഫിക്കേഷൻ. ആഫ്റ്റർ ഓൾ ഓഫ് ദാറ്റ് നമ്മൾ കിട്ടിയ കാര്യങ്ങളൊക്കെ ഒന്ന് റീചെക്ക് ചെയ്യുന്ന ഒരു വെരിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേജാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. We are moving on to the topics of special techniques for fostering creativity. As a teacher student, we have to study more and more, or we have to practice more and more special techniques in fostering creativity among students, right? So there are basically 3 special techniques for fostering creativity, and first one among them is elaboration. ഈ ഒരു ഇലാബറേഷൻ സ്റ്റേജിനെ നമുക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷൻ സ്റ്റേജസ് ഓഫ് ടെക്നിക്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. കാരണം ഈ ഒരു സ്പെഷ്യൽ ടെക്നിക് സ്റ്റേജിലാണ് സ്റ്റുഡൻസിന് ബേസിക് ആയിട്ടുള്ള ദ വെരി ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു ത്രെഡ് കൊടുത്തിട്ട് അവിടുന്ന് ഒരു ഐഡിയ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അവിടുന്ന് ഒരു ഐഡിയ, ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് അല്ലെങ്കിൽ ഒരു ടെക്നീക്കാണ് ഇലാബറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ബേസിക് ത്രെഡിനെ ടേം ചെയ്യുന്നതാണ് സ്കെൽട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്, വിച്ച് വാസ് ഡെവലപ്ഡ് ബൈ ഓസ്ബോൺ ഇൻ 1957. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ക്രിയേറ്റിവിറ്റി ടെക്നിക്കാണ്. അതായത് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് റാദർ ദാൻ ആൻ ഇൻഡിവിജ്വൽ അവർക്ക് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഐഡിയനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്, ഒരു ടെക്നീക്കാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് ദേ ക്യാൻ ഫ്രീലി ഷെയർ ഐഡിയാസ് വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ് ഓർ ക്രിറ്റിസിസം. അതുകൊണ്ട് തന്നെ അവർക്ക് ക്രിട്ടിക്കൽ സൈഡ് ഓഫ് തിങ്കിങ് വിച്ച് ഈസ് ഡൈവേർജൻറ്റ് തിങ്കിങ്. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വാട്ട് ഈസ് ഡൈവേർജൻറ്റ് തിങ്കിങ് ആൻഡ് വാട്ട് ഈസ് കൺവേർജൻറ്റ് തിങ്കിങ്. സോ ഈ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സ്റ്റേജിലാണ് ഡൈവേർജൻറ്റ് തിങ്കിങ്ങിനെ
എംഫസൈസ് ചെയ്യുന്നത്. കാരണം അവിടെ ഒരു ജഡ്ജ്മെൻറ്റോ ക്രിറ്റിസിസമോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിവിറ്റി ഒരു ഇൻഹെറിറ്റൻസോ ഒരു കടന്നുകയറ്റമോ ഒരു എക്സ്റ്റേണൽ സോഴ്സിൻ്റെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവിടെ ഡൈവേർജൻറ്റ് തിങ്കിങ്ങിന് എംഫസൈസ് വരുന്നത്. The final technique for fostering creativity is synectics, which was developed by Gordon in 1961, and the term has its origin from Greek word synektikos, meaning fitting together diverse elements. അതായത് കംപ്ലീറ്റ്ലി ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രീതിയിലും പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഡിഫറെൻറ്റ് എലമെൻറ്റ്സിനെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു പ്രോസസ്സാണ്, ഒരു ടെക്നീക്കാണ് സിനെക്റ്റിക്സ് എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ടെക്നീക്കിൻ്റെ മേജർ പോയിൻറ്റും അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. മേക്കിംഗ് ദ സ്ട്രേഞ്ച് ഫെമിലിയർ ആൻഡ് ദ ഫെമിലിയർ സ്ട്രേഞ്ച്, ദെർബൈ എൻഹാൻസിങ് ഇന്നോവേറ്റീവ് തിങ്കിങ്. നമ്മൾ ഓൾറെഡി ക്രിയേറ്റിവിറ്റീൻ്റെ ഡെഫിനിഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇമാജിനേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് ഐഡിയാസിനെ റിയാലിറ്റീൻ്റെ എക്സിസ്റ്റൻസിലേക്ക് ടേൺ ചെയ്യുന്നൊരു പ്രോസസ്സാണ് അക്കോർഡിംഗ് ടു ദ നെയിം ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ള ആൾക്കാർ, അതായത് ക്രിയേറ്റീവ് അല്ലാത്ത ആൾക്കാർ ചിന്തിച്ച് കഴിഞ്ഞാൽ, അവർ നോക്കിക്കഴിഞ്ഞാൽ ഒരു രീതിയിലും കണക്റ്റ് ആവുമെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ ഒരുമിച്ചെടുത്തിട്ട് അതിനെ ഒരുമിച്ച് യോജിപ്പിച്ചിട്ട് അമാൽഗമേറ്റ് ചെയ്തിട്ട് അതിനൊരു ഇന്നോവേറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ടെക്നീക്കാണ് സിനെക്റ്റിക്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ അല്ലെങ്കിൽ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ബ്രെയിൻ സ്റ്റോമിങ്. കാരണം എന്താണ്? ഇറ്റ് ഈസ് എ ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ് ടെക്നിക്. നമ്മൾ ഓൾറെഡി ബ്രെയിൻ സ്റ്റോമിങ്ങിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇൻ ദ സ്റ്റേജ് ഓഫ് ബ്രെയിൻ സ്റ്റോമിങ് ഇറ്റ് എൻഹാൻസസ് ഡൈവേർജൻറ്റ് തിങ്കിങ് അല്ലേ. സോ ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആസ്പെക്റ്റ് ഓഫ് തിങ്കിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സിനെക്റ്റിക്സ് ബ്രെയിൻ സ്റ്റോമിങ് ആയിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണെന്ന് പറയുന്നത്. ആൻഡ് അനദർ കീ ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെവർ ഡിസ്കൗണ്ട് ആൻ ഐഡിയ നോ മാറ്റർ ഹൗ സ്ട്രേഞ്ച് ഓർ വാക്കി ഇറ്റ് ഈസ്, ഇൻസ്റ്റെഡ് വർക്ക് വിത്ത് ദ ഐഡിയ ടു ടേം ഇറ്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കാരണം നമുക്ക് ക്രിയേറ്റീവ് അല്ലാത്ത ഒരു സ്റ്റുഡൻറ്റിനോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് അല്ലാത്ത ഒരു ഇൻഡിവിജ്വലിനോ സാധാരണ രീതിയിൽ കാണുമ്പം അതൊരിക്കലും ഒരു കാരണവശാലും അത് യോജിച്ചു പോവില്ല. അല്ലെങ്കിൽ ഒരു രണ്ട് കാര്യം ഒരുമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമതൊരു പുതിയ കാര്യം കിട്ടൂല എന്ന് തോന്നിപ്പിക്കുന്ന കാര്യം ക്രിയേറ്റീവായിട്ട് അവർ ഡീൽ ചെയ്ത് അതിന് ക്രിയേറ്റീവായിട്ട് അവർ എൻഗേജ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ക്രിയേറ്റീവ് ആസ്പെക്റ്റ് ഓഫ് എൻഹാൻസ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ മൈൻഡിൽ. അപ്പോൾ ഈ ഒരു സ്റ്റേജാണ് സിനെക്റ്റിക്, വിച്ച് മേക്ക് സ്ട്രേഞ്ച് ഫെമിലിയർ ആൻഡ് ഫെമിലിയർ ഇൻ ടു സ്ട്രേഞ്ച്. ആ ഒരു പോയിൻ്റ് സിനെക്റ്റിക്കലി ഓർത്തു വെക്കാം. റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ ഫോസ്റ്ററിങ് ക്രിയേറ്റിവിറ്റി അമംഗ് ഹിസ് സ്റ്റുഡൻസ്. സോ ഫസ്റ്റ് വൺ ഈസ് എൻകറേജ് ഡൈവേർജൻറ്റ് തിങ്കിങ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് വാട്ട് ഈസ് ഡൈവേർജൻറ്റ് തിങ്കിങ്. അപ്പോൾ അങ്ങനെയുള്ള ക്രിയേറ്റീവ് ആസ്പെക്റ്റ് ഓഫ് തിങ്കിങ്ങിനെ നമ്മൾ മാക്സിമം ആസ് എ ടീച്ചർ maximum we have to encourage. And second one is promote originality. നമ്മൾ ടെക്നിക്കിൽ ഡിസ്കസ് ചെയ്യുമ്പം പറഞ്ഞിട്ടുണ്ട് ഇലാബറേഷൻ, ഇൻ വിച്ച് സ്റ്റുഡൻസ് ആർ പ്രൊവൈഡഡ് ദ വെരി ഫൗണ്ടേഷൻ ബേസ് അല്ലേ, സ്കെൽട്ടൺ. അപ്പോൾ അങ്ങനെ തുടങ്ങുമ്പം അവരുടെ യുണീക്ക് ആൻഡ് ഒറിജിനൽ ഐഡിയാസിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടി പറ്റും. അപ്പോൾ ആസ് എ ടീച്ചർ we have to promote originality among students in fostering creativity. And third one is provide creative opportunities. അതായത് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ആൻഡ് ഫോർത്ത് വൺ ഈസ് ബിൽഡ് ഹെൽത്തി ഹാബിറ്റ്സ്, ഡെവലപ്പ് ക്വാളിറ്റീസ് ലൈക്ക് ഹാർഡ് വർക്ക്, പെർസിസ്റ്റൻസ്, സെൽഫ് റിലയൻസ് ആൻഡ് കോൺഫിഡൻസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള വർക്ക്സൊക്കെ കൊടുത്തിട്ട് അവരുടെ ഉള്ളിലുള്ള ഹെൽത്തി ഹാബിറ്റ്സിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യാം. ഫിഫ്ത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് റിമൂവ് ക്രിയേറ്റിവിറ്റി ബ്ലോക്കേഴ്സ്. അപ്പോൾ ഇവിടെ ക്രിയേറ്റിവിറ്റി ബ്ലോക്കേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ബാരിയേഴ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി ആണ്. അതായത് റിജിഡ് റുട്ടീൻസ്, ഹാർഷ് ട്രീറ്റ്മെൻറ്റ്, എക്സാം പ്രഷർ ആൻഡ് അതോറിറ്റേറിയൻ ബിഹേവിയർ. അതായത് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഡിസ്റ്റർബൻസസ്, അനാവശ്യമായിട്ടുള്ള പ്രഷേഴ്സ് കൊടുക്കുക, പുറത്തുനിന്നുള്ള കടന്നുകയറ്റം, അവരെ ഐഡിയാസിലേക്ക് ആവശ്യമില്ലാണ്ട് ഇൻവോൾവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ
അവരുടെ ക്രിയേറ്റിവിറ്റിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ് എ ടീച്ചർ വി ക്യാൻ ഡു. ആൻഡ് 6th വൺ ഈസ് എൻകറേജ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ. ക്രിയേറ്റിവിറ്റീനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ആർട്ട് ആക്ടിവിറ്റീസിലൂടെയും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയും ടീച്ചേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് റോളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ ഫോസ്റ്ററിങ് ക്രിയേറ്റിവിറ്റി എമംഗ് സ്റ്റുഡൻസ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത്. സോ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ജസ്റ്റ് നോട്ട് ഓൺലി ആൻ ആഡ് ഓൺ ടു എഡ്യൂക്കേഷൻ, അതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ലേണിംഗ് ആണ്. നമ്മൾ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള നെസസറി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ആസ് ആൻ എഡ്യൂക്കേറ്റർ ആൻഡ് എ ലേണർ നമ്മൾ കുട്ടികൾക്ക് അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. സോ ദീസ് ആർ ഓൾ അബൌട്ട് creativity, and thank you.